നമ്മളിന്ന് കാണാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ വെറും 7 എപ്പിസോഡ് മാത്രമുള്ള മേയർ ഓഫ് ഈസ്റ്റോൺ എന്ന HBO ക്രൈം മിസ്റ്ററി മിനി സീരീസ് ആണ്. ടൈറ്റിൽ പോലെ തന്നെ പെൻസിൽവാനിയയിലുള്ള ഒരു സ്മോൾ ടൗൺ ആയ ഈസ്റ്റോണിലാണ് കഥ നടക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഈസ്റ്റോണിലെ ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി ഏകദേശം 40ഓളം ആളുകളുടെ ഇടയിൽ നിന്ന് കൊല്ലപ്പെടുന്നു. എന്നാൽ വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കൊലപാതകം നടക്കുന്ന സമയത്ത് ആരും ആ കൊലപാതകം കണ്ടതുമില്ല കേട്ടതുമില്ല. വാച്ചസിനെ ഒരുപോലെ ത്രില്ലടിപ്പിക്കുകയും എന്റർടൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഈ സീരീസിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റും കൂടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈസ്റ്റോൺ എന്ന് പറയുന്ന നഗരമാണ് കാണിക്കുന്നത്. കൂടാതെ മേയർ എന്ന് പറയുന്ന കഥാനായികയും. മേയർ ഒരു പോലീസ് ഓഫീസറാണ്. അവൾ താൻ എടുക്കുന്ന കേസുകളെല്ലാം സോൾവ് ആക്കാൻ ശ്രമിക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓഫീസർ കൂടിയാണ്. പിന്നെ അവളുടെ മകൻ കെവിൻ സൂയിസൈഡ് ചെയ്തതിനു ശേഷം അതിന്റെ ട്രോമ അവൾക്ക് ഇപ്പോഴും ഉണ്ട്. കെവിന്റെ മരണം അവളും അവളുടെ ഭർത്താവും ഫ്രാങ്കും തമ്മിലുള്ള വിവാഹ ജീവിതത്തെ താറുമാറാക്കി. അങ്ങനെ അത് ഡിവോഴ്സിലേക്ക് കലാശിച്ചു. അങ്ങനെ ഒരു ദിവസം അവൾ ആ നാട്ടിലെ ബെറ്റി എന്ന സ്ത്രീയുടെ ഫോൺ കോൾ കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. ബെറ്റി മേയറോട് അവരുടെ വീട്ടിലേക്ക് പോകാനായിരിക്കും പറയുക. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് പോകും. ബെറ്റിയുടെ വീട്ടിലെത്തിയ മേയർ അവരോട് എന്തിനാ വിളിച്ചതെന്ന് തിരക്കും. എന്റെ പേരക്കുട്ടി കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് മാറ്റുന്ന സമയം ഏതോ ഒരുത്തൻ അവളെ ഒളിഞ്ഞു നോക്കി. പൊടി ധരിച്ച് കണ്ടാൽ ഒരു കീരിയുടെ മോന്ത പോലെയുള്ള ഒരുത്തൻ. അവൾ എന്നിട്ട് പേടിച്ച് എന്റെ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോയി എന്ന് ബെറ്റി പറയും. അന്നേരം മേയർ വീടിന്റെ പുറത്തുള്ള ക്യാമറ നോക്കിയിട്ട് ഈ ക്യാമറ വർക്കാണോ എന്ന് ചോദിക്കും. അപ്പൊ ബെറ്റി അല്ല, എന്റെ ഹസ്ബൻഡ് ഗ്ലെൻ, അങ്ങേർക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. മേയർ എന്നിട്ട് ആ ചുറ്റുപാടും സസ്പീഷ്യസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. എന്നാൽ ആരും ഉണ്ടാകില്ല. പക്ഷെ ഇവിടെ നമ്മളുടെ ബെറ്റി ആണെങ്കിൽ ആ ഒളിഞ്ഞു നോക്കിയവനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. ആ സമയം അവരുടെ ഹസ്ബൻഡായ ഗ്ലെൻ അവിടേക്ക് വരും. അയാളെ കണ്ട ബെറ്റി, അല്ല മനുഷ്യ, നിങ്ങൾക്ക് ആ ക്യാമറ മര്യാദയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നേരത്തെ വന്ന ആ ചെറുക്കൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ഈ പ്രശ്നം അങ്ങ് തീർക്കാമായിരുന്നു എന്ന് പറയും. അതേസമയം ഇവിടെ മേയറിനാണെങ്കിൽ സ്റ്റേഷനിൽ പോകാൻ സമയമായിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ക്യാമറയുടെ പേരും പറഞ്ഞ് ബെറ്റി ഗ്ലെന്നുമായിട്ട് വഴക്കുണ്ടാകുന്നുണ്ടാകും. അത് കഴിഞ്ഞ് മേയറിനോട് ഗ്ലെന്നെ, ഇന്ന് പേപ്പറിൽ നിന്റെ ഫോട്ടോ കണ്ടല്ലോ, നീ അത് വായിച്ചില്ലേ എന്ന് ചോദിക്കും. ന്യൂസ് പേപ്പറിൽ എന്താണെന്ന് വെച്ചാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് മേയർ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളും അവളുടെ ഫ്രണ്ട്സും ഒരു ബാസ്കറ്റ്ബോൾ ടീമിലുണ്ടായിരുന്നു. അന്ന് അവർ വിജയിച്ചതിന്റെ 25ാം വാർഷികമാണ് ഇന്ന്. അപ്പൊ അത് പേപ്പറിൽ കൊടുത്തതാണ് ഗ്ലെൻ പറഞ്ഞത്. ഇന്ന് രാത്രിയാണ് അതിന്റെ സെറിമണി. ഇല്ല, ഞാൻ പേപ്പർ വായിച്ചിട്ടില്ല എന്ന് മേയർ പറയും. അപ്പോൾ ബെറ്റി, ആണോ? എന്നിട്ട് ഗ്ലെന്നിനോട്, മനുഷ്യ നിങ്ങൾ വേഗം പോയി ആ ന്യൂസ് പേപ്പർ എടുത്ത് ഇവൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ പേപ്പർ എടുക്കാൻ പോയ ഗ്ലെന്നെ, ബെറ്റി പേപ്പർ എവിടെ? ഞാൻ ബാത്റൂമിലാണല്ലോ വെച്ചത്, നീ അത് അവിടുന്ന് എടുത്ത് മാറ്റിയോ എന്നൊക്കെ ചോദിക്കും. വേറൊന്നുമല്ല, പുള്ളിക്കാരന് സ്വല്പം മറവിക്കുറവുണ്ട്. അങ്ങനെ പേപ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അടുത്ത് യുദ്ധം തുടങ്ങും. ഇനി ഇവിടെ നിന്നിട്ട് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ മേയർ നേരെ അവിടുന്ന് സ്റ്റേഷനിലേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് കഥയിലെ വേറൊരു കഥാപാത്രമായ എറിനെയാണ്. സ്കൂളിൽ പഠിക്കുന്ന വെറും 17 വയസ്സുള്ള അവൾക്ക് ഒരു കുട്ടി കൂടിയുണ്ട്, പേര് DJ. DJനോട് എറിൻ, ഞാൻ നിന്നെ ഈ വീക്കെൻഡ് മിസ് ചെയ്യും എന്നൊക്കെ പറയും. കാരണം DJ ഈ വീക്കെൻഡ് അവന്റെ ഫാദറായ ഡിലന്റെ കൂടെയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ മേയർ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവളുടെ എക്സ് ഹസ്ബൻഡായ ഫ്രാങ്ക് അവളെ ഫോണിൽ വിളിക്കും. ഈ ഫ്രാങ്ക് എറിന്റെ സ്കൂളിലെ ടീച്ചറാണ്. എന്നാൽ അവൾ ഡ്യൂട്ടിക്ക് പോകുന്ന തിരക്കായതുകൊണ്ട് കോൾ എടുക്കില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം സ്റ്റേഷനിലെത്തിയ മേയറിനെ അവളുടെ ബോസായ കാർഡർ അയാളുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ടിവിയിലെ ന്യൂസ് കാണിച്ചു കൊടുക്കും. അതിൽ ഡോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ മകൾ കേറ്റിയെ കാണാതായിട്ട് ഒരു വർഷമായി. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിനെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊക്കെ മീഡിയക്കാരുടെ മുമ്പിൽ പറയുന്നതാകും കാണിക്കുക. ഈ ഡോൺ സ്കൂളിൽ മേയറിന്റെ ബാസ്കറ്റ്ബോൾ ടീമിൽ ഉണ്ടായിരുന്നതാണ്. കേറ്റ് മിസ്സായതിൽ പിന്നെ ഡോൺ മേയറുമായിട്ട് അധികം അടുപ്പം കാണിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ മേയർ ഒരു പോലീസ് ആയിട്ട് പോലും തന്റെ മകളെ കണ്ടുപിടിക്കാത്തതിന്റെ വിരോധം ഡോണിന് ഇപ്പോഴും ഉണ്ട്. സത്യാവസ്ഥ എന്താണെന്നാൽ മേയറും അവളുടെ കൂടെയുള്ളവരും എത്ര അന്വേഷിച്ചിട്ടും കേറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിനാൽ മേയറിനെ ആ കേസിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിറ്റക്റ്റീവിനെ അയക്കാൻ വേണ്ടി ബോർഡ് ഓഫ് കമ്മീഷണർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് കാർഡർ പറയും. എന്നാൽ മേയറിനെ തന്നെ ആരും ഹെൽപ്പ് ചെയ്യേണ്ട എന്ന മൈൻഡിലായിരിക്കും. കാർഡർ അവളോട്, ഹൈ അതോറിറ്റിയിൽ നിന്ന് എനിക്ക് നല്ല പ്രഷർ ഉണ്ട് ഈ കേസിൽ, സോ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറയും. അപ്പോൾ മേയർ, ഈ കേറ്റിന്റെ ഹിസ്റ്ററി ഓൾറെഡി നമ്മൾക്ക് അറിയുന്നതല്ലേ, അവളൊരു ഡ്രഗ് അബ്യൂസർ ആണ്, കൂടാതെ പ്രോസ്റ്റിറ്റ്യൂട്ട് വർക്കും ചെയ്യാറുണ്ട്, ചിലപ്പോൾ വല്ല ഡ്രഗ് അടിച്ച് ബോധമില്ലാതെ എവിടെയെങ്കിലും ചത്ത് കിടക്കുന്നുണ്ടാകും എന്ന് പറയും. അപ്പോൾ കാർഡർ, അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ക്ലൂ പോലും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ഇനി ശരിയാവില്ല എന്ന് പറയും. മറുഭാഗത്ത് DJ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡിലൻ എറിന്റെ വീട്ടിലേക്ക് വരും. ഡിലനും എറിനും മുമ്പേ ബ്രേക്കപ്പ് ആയതാണ്. കുട്ടിയായിട്ടും കുട്ടിയെ വേണ്ട എന്നായിരുന്നു ഡിലന്റെ നിലപാട്. എന്നാൽ എറിനാകട്ടെ കുട്ടിയെ വേണം എന്നുള്ള മൈൻഡിലായിരുന്നു. എന്നാൽ എറിന്റെ തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട്
അവൻ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയി. ഇപ്പോൾ ഡിലൻ ബ്രിയാന എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് ലിവിങ് ടുഗദറിലാണ്. അവന് സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ ഒന്നും വലിയ താല്പര്യമില്ല. അതിപ്പോൾ ബ്രിയാനയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. അവന് പേരിന് ഒരു പാർട്ണർ വേണം, അത്രമാത്രം. ഡിലന്റെ കൂടെ ബ്രിയാനയും വണ്ടിയിലുണ്ടാകും. എറിനെ കണ്ട ബ്രിയാന, നീ ഡിലന് മെസ്സേജ് അയച്ചല്ലേ, ഇനി മേലാൽ അങ്ങനെ അയക്കരുതെന്ന് പറയും. എന്നാൽ എറിൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡിലനോട് ഡോക്ടർ DJക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു സർജറി അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ പിന്നെ അവന്റെ കേൾവി ശക്തി നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സർജറി ചെയ്യാൻ $1,800 വേണമെന്ന് പറയും. അത് കേട്ട് ഡിലൻ, എന്റേൽ എവിടുന്ന പൈസ, എന്റേൽ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അതേസമയം മേയർ ഇവിടെ കെവിന്റെ മകൻ ഡ്രൂവിന് പെറ്റായ ഒരു ആമക്കുട്ടിയുണ്ട്. അതിന് ഇട്ട് വെക്കാൻ ഒരു ടാങ്ക് വാങ്ങാൻ വേണ്ടി അവൾ കടയിൽ വന്നിട്ടാണുള്ളത്. ഇപ്പൊ മേയറിന് ഡ്രൂവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കെവിനും അവന്റെ ഭാര്യ കാരിയും നന്നായി ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണ്. കാരി ഇപ്പോൾ റീഹാബിലിറ്റേഷൻ സെന്ററിലാണുള്ളത്. ഈ ഡ്രഗ് അഡിഷൻ കാരണം ഡ്രൂവിനെ വിട്ടു നൽകാൻ കേസ് കൊടുക്കുമെന്ന് കാരി മേയറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും കാരിക്ക് ഡ്രൂവിനെ കൊടുക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് മേയർ. കാരണം ഡ്രൂ അവളുടെ കൂടെ പോയാൽ അവനും അവളെ പോലെ തന്നെ ആകുമോ എന്നുള്ള പേടി മേയറിനുണ്ട്. ആ സമയം മേയറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ട്രാമൽ അവളെ വിളിക്കും. ട്രാമൽ ഇപ്പോൾ മേയറിന്റെ ഫ്രണ്ടായ ബെത്തിന്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. ബെത്തിന്റെ സഹോദരൻ ഫ്രെഡി ഡ്രഗ് വാങ്ങാൻ പൈസക്ക് വേണ്ടി ബെത്തിന് സ്കൂളിൽ നിന്ന് കിട്ടിയ ഗോൾഡിന്റെ ട്രോഫിയൊക്കെ അടിച്ചു മാറ്റി എവിടേക്കോ കടന്നു കളഞ്ഞു. അപ്പൊ അത് പറയാൻ വിളിച്ചതായിരുന്നു. ഈ ബെത്തും മേയറിന്റെ കൂടെ പണ്ട് ബാസ്കറ്റ്ബോൾ ടീമിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ മേയർ ബെത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഫ്രെഡി ഡ്രഗ് അടിച്ച് കിണ്ടിയായി റോഡിലൂടെ നടക്കുന്നത് കാണും. അപ്പൊ തന്നെ മേയർ ട്രാമലിനെ വിളിച്ചിട്ട് ഫ്രെഡിയെ കണ്ട കാര്യം പറഞ്ഞ് ലൊക്കേഷനും പറയും. തന്നെ പിടിക്കാനാണ് മേയർ വരുന്നതെന്ന് മനസ്സിലാക്കിയ ഫ്രെഡി വേഗം അവിടുന്ന് ഓടും. അവന് പിറകെ മേയറും ഓടും. ഓടുന്നതിനിടയിൽ കമ്പിവേലിയിൽ തട്ടി ഫ്രെഡിയുടെ കൈമുറിയും. ശേഷം അവൻ ഓടി അവന്റെ വീട്ടിനകത്തേക്ക് കയറും. കൂടെ മേയറും വിടാതെ അവന്റെ പിറകെ ഉണ്ടാകും. അപ്പോഴേക്കും ട്രാമൽ അവിടെ എത്തും. ഫ്രെഡിയുടെ കയ്യിലുണ്ടായ രക്തം ഇറ്റിറ്റ് വീണ വഴിയിലൂടെ അവനെയും തിരിഞ്ഞ് മേയറും ട്രാമലും പോകും. അത് നോക്കിപ്പോയ അവർക്ക് ഫ്രെഡി അവന്റെ റൂമിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കും. എന്നിട്ട് മേയർ ഫ്രെഡിയോട്, ഞാൻ നിനക്ക് 2 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ വാതിൽ തുറന്നോളണം എന്ന് പറയും. അങ്ങനെ അവൻ വാതിൽ തുറക്കും. അവനെ കണ്ടപാട് മേയർ, സത്യം പറ, നീ അടിച്ചു മാറ്റിയ ബെത്തിന്റെ ട്രോഫിയൊക്കെ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഫ്രെഡി ബെഡിന്റെ പിറകിലുണ്ടെന്ന് പറയും. അവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ചോര പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ടാകും. ശേഷം മേയർ ഫ്രെഡിയും പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ബെത്ത് അവിടെ എത്തും. ഫ്രെഡിയെ കണ്ട കലി വന്ന ബെത്ത് അവന്റെ മോന്ത നോക്കി ഒന്ന് പൊട്ടിക്കും. അവൾക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടാകും. കാരണം സ്വന്തം അനിയൻ ഇങ്ങനെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയി പോയല്ലോ എന്നോർത്ത്. അവന് ഭാര്യയും കുട്ടിയുമുണ്ട്. എന്നാൽ ഇവന്റെ ഈ ഡ്രഗ് അഡിക്ഷൻ കാരണം അവന്റെ ഭാര്യ അവനെ ഒഴിവാക്കി പോയി. ശേഷം മേയർ ട്രാമലിനോട് ഫ്രെഡിയുടെ കൈ മുറിഞ്ഞത് കൊണ്ട് തന്നെ ഇവനെ നീ ഹോസ്പിറ്റലിലാക്കിയിട്ട് വാ എന്ന് പറയും. ആ സമയം വേറൊരു ഭാഗത്ത് എറിന്റെ അച്ഛൻ കെന്നി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. അയാൾ എപ്പം നോക്കിയാലും കുടിച്ച് നടക്കുന്ന ഒരു ടൈപ്പാ. കൂടാതെ ആളൊരു ഷോർട്ട് ടെമ്പേർഡാ. ഡിലനുമായി ബ്രേക്കപ്പ് ആയതിനു ശേഷം എറിനിപ്പം ബ്രണ്ടൻ എന്ന പേരുള്ള ഒരുത്തനുമായിട്ട് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ബ്രണ്ടൻ ഇന്ന് രാത്രി 10 മണിക്ക് ഷാപ്സ് ഫുഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് എറിനോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ആ നാട്ടിലുള്ള എല്ലാ ടീനേജേഴ്സും പാർട്ടിയൊക്കെ വെച്ച് എൻജോയ് ചെയ്യാൻ പോകുന്ന സ്ഥലം. അവിടെ പോകാൻ വേണ്ടി എറിൻ കെന്നിയോട്, അച്ഛൻ ഞാനിന്ന് പുറത്ത് പോകാൻ വേണ്ടി അച്ഛന്റെ ട്രക്ക് ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കും. അല്ല, കഴിഞ്ഞ തവണ നീ ഇതുപോലെ എന്റെ ട്രക്ക് എടുത്ത് കൊണ്ടുപോയി ഡാമേജ് ആക്കി. അത് എന്നിട്ട് എന്നോട് നീ പറഞ്ഞില്ല. ഞാൻ അറിയില്ല എന്നാണോ നീ വിചാരിച്ചത്? അതുകൊണ്ട് നീ ട്രക്ക് എടുക്കണ്ട. വേറൊരു ഭാഗത്ത് മേയർ അവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. വീട്ടിൽ അവളുടെ അമ്മ ഹെലനും പിന്നെ കസിനായ ഡാനും ഉണ്ടാകും. ഡാൻ ആ നാട്ടിലെ ചർച്ചിലെ ഫാദറാണ്. മേയറിനെ കണ്ട ഹെലൻ, നിന്നോട് ഫ്രാങ്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല, പക്ഷെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തേ എന്ന് മേയർ ചോദിക്കും. ഇന്ന് ഫ്രാങ്കിന്റെ എൻഗേജ്മെന്റ് ആണ് ഫെയുമായിട്ട്. ഞാൻ വിചാരിച്ചു നിന്നോട് അവൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. ആ സമയത്ത് ഫ്രാങ്ക് അവിടേക്ക് വരും. ഫ്രാങ്ക് ഇന്ന് എൻഗേജ്മെന്റ് ആണെന്നുള്ള കാര്യം മേയറിനോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഹെലൻ അതിനിടയിൽ കയറി, ഞാൻ അവളോട് എല്ലാം പറഞ്ഞു എന്ന് പറയും. ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു നിന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ നീ കോൾ എടുത്തില്ല. മേയറിനാണെങ്കിൽ എൻഗേജ്മെന്റ് കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യം ഉണ്ടാകില്ല. കാരണം കെവിന്റെ മരണം കൊണ്ട് അവർ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എവിടെയോ എന്തോ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവൾ അതൊന്നും പ്രകടിപ്പിക്കില്ല. എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ മേയർ ഒഴികെ ബാക്കി എല്ലാവരും പോകാൻ റെഡിയാകും. മേയർ നേരെ അവളുടെ മകളായ ഷിവോന്റെ അടുത്ത് പോയിട്ട്, അച്ഛൻ ഫെയുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉള്ള കാര്യം നിനക്കറിയാമായിരുന്നു എന്ന് ചോദിക്കും. എനിക്കറിയായിരുന്നു. ഞാനായിരുന്നു അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ നല്ലോണം സപ്പോർട്ട് ചെയ്തത്. പറഞ്ഞത് മേയറിന് ഇഷ്ടപ്പെടില്ല. അപ്പൊ മേയർ, നിങ്ങൾ ആരും എന്റെ ബാസ്കറ്റ് ബോളിന്റെ ആനിവേഴ്സറിക്ക് വരുന്നില്ലേ? നിങ്ങൾ എല്ലാവരും എൻഗേജ്മെന്റിന് തന്നെയാണോ പോകുന്നത് എന്ന് ചോദിക്കും. അമ്മയല്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് അതിന്റെ ആനിവേഴ്സറിക്ക് വരണ്ടേ എന്ന്. അതൊക്കെ വെറും ബോറാണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ മേയർ അങ്ങനെയായിരുന്നു അവരോട് ആദ്യം പറഞ്ഞത്. ഫ്രാങ്കിന്റെ എൻഗേജ്മെന്റ് നടക്കുന്നതിൽ അവൾക്ക് എവിടെയോ എന്തോ ഒരു ഇഷ്ടക്കേട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അതേസമയം ഇവിടെ എറിൻ ബ്രാൻഡൻ പറഞ്ഞതുപോലെ ഷാപ്സ് ഫുഡിലേക്ക് അവളുടെ അച്ഛൻ ട്രക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് സൈക്കിൾ എടുത്തിട്ട് പോകും. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് അവൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജെസ്സിന്റെ വീട്ടിലേക്ക് കയറും. എന്നിട്ട് അവൾ ജെസ്സിനോട് ബ്രാൻഡനുമായിട്ട് അവൾ റിലേഷൻഷിപ്പിലാണെന്നും ഇന്ന് അവനെ കാണാൻ വേണ്ടി ഷാപ്സ് ഫുഡിലേക്ക് പോകുകയാണെന്നും പറയും. അപ്പൊ ജെസ്, നിങ്ങൾക്ക് തമ്മിൽ കാണാൻ ആ സ്ഥലം തന്നെ വേണോ? അവിടെ ബ്രിയാനിയും അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറയും. ഇന്ന് DJനെ കൂട്ടിപ്പോകാൻ ഡിലന്റെ കൂടെ അവളും ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്നോട് ഡിലന് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ചാടി കടിക്കാൻ വന്നു.
അപ്പൊ ജെസ്, നീ ഡിലന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കും. ആ, ഒരു ദിവസം ബ്രാൻഡൻ ആണെങ്കിൽ ഞാൻ അയച്ച മെസ്സേജിന് റിപ്ലൈ തന്നില്ല. എനിക്കാണെങ്കിൽ വല്ലാതെ ഒറ്റപ്പെട്ട പോലെ തോന്നി. സോ ഞാൻ ഡിലന് മിസ് യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു എന്ന് എറിൻ പറയും. മറുഭാഗത്ത് ഫ്രാങ്കിന്റെ എൻഗേജ്മെന്റ് നടക്കുന്ന അവന്റെ വീടായിരിക്കും കാണിക്കുക. അവിടെ ഷിവാനും അവളുടെ ഫ്രണ്ട്സ് ആയ ബെക്ക, ജെഫ്, നേതൻ അവരൊക്കെ അവിടെ ഉണ്ടാകും. ഇതിൽ ബെക്ക ഷിവോന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇവർക്ക് സ്വന്തമായിട്ട് ബാൻഡ് തന്നെയുണ്ട്. ഇന്ന് എൻഗേജ്മെന്റിന് ഇവരുടെ പ്രോഗ്രാം ആണുള്ളത്. വേറൊരു ഭാഗത്ത് മേയർ ആ ബാസ്കറ്റ് ബോളിന്റെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ലോറിയുടെ അടുത്തേക്ക് പോകും. അവളെയും കൂട്ടിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ലോറിയും മേയറിന്റെ കൂടെ ആ ബാസ്കറ്റ് ബോൾ ടീമിൽ ഉള്ളതാണ്. ലോറിക്ക് 2 മക്കളാണുള്ളത്, റയാനും മോയിറയും. അതുപോലെ ലോറിയുടെ ഹസ്ബൻഡ് ജോണ് ഫ്രാങ്കിന്റെ അടുത്ത ഫ്രണ്ടും കൂടിയാണ്. ജോണും റയാനും മോയിറയും ഫ്രാങ്കിന്റെ എൻഗേജ്മെന്റിന് പോകും. ഇവിടെ ലോറിയും മേയറും അവരുടെ ബാസ്കറ്റ് ബോളിന്റെ ആനിവേഴ്സറിക്കും പോകും. അവിടെ ഡോണും ഉണ്ടാകും. ഡോണിനെ കണ്ട മേയർ അവരോട്, നീ കേറ്റിന്റെ കാര്യം മീഡിയയോട് പറയുന്നത് ഞാൻ ടിവിയിൽ കണ്ടായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് അന്വേഷിക്കാത്തത് കൊണ്ടാണ് കേറ്റിന് കിട്ടാത്തത് എന്നാണോ നിനക്ക് തോന്നുന്നത്? ഞാൻ എന്റെ പരമാവധി അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, നീ അതൊന്നും മനസ്സിലാക്ക്. എന്നാൽ ഡോൺ മേയർ പറയുന്നതെന്നും കേട്ട ഭാവം പോലും കാണിക്കില്ല. ശേഷം സെറിമണിയൊക്കെ കഴിഞ്ഞ് മേയർ ബാറിൽ ബിയർ കുടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ റിച്ചാർഡ് എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടാകും. ഞാൻ നേരത്തെ അവിടെ സെറിമണി നടക്കുന്നിടത്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് ആ സമയത്ത് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ സംസാരിച്ച് അവർ തമ്മിൽ പരിചയപ്പെടും. റിച്ചാർഡ് ഒരു റൈറ്റർ ആണ്. അയാൾ ഈ നാട്ടിലെ ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വന്നതാണ്. റിച്ചാർഡിന് റൈറ്റിംഗ് കൂടാതെ ടീച്ചിങ്ങിനോടും ഭയങ്കര ഇഷ്ടം. അങ്ങനെ അവർ സംസാരിച്ച് അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് എത്തും. റിച്ചാർഡിന് അവർ തമ്മിലുള്ള ബന്ധം സീരിയസ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടാകും. മേയറിന് അത് തിരിച്ചായിരിക്കും. മറുഭാഗത്ത് എറിൻ ബ്രാൻഡൻ പറഞ്ഞ ഷാർപ്സ് വുഡിലേക്ക് എത്തും. അവിടെയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറെ പെൺപിള്ളേരുണ്ടാകും. ആ സമയം ബ്രാൻഡൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് വേഗം ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വാ എന്ന് പറയും. അവൾ അങ്ങനെ അവിടേക്ക് പോകും. അന്നേരം അവിടെ ബ്രിയാനയും ഡിലനും ഉണ്ടാകും ബ്രണ്ടന്റെ കൂടെ. എറിൻ ഡിലന് മെസ്സേജ് അയച്ചത് കൊണ്ട് ബ്രിയാന എറിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞേർപ്പാടാക്കിയതാണ് ഈ ബ്രാൻഡനെ. കാര്യത്തിന്റെ സത്യാവസ്ഥ കേട്ട എറിന് ആകെ എന്തോ പോലെയാകും. ബ്രിയാന ദേഷ്യത്തിൽ എറിനെ വല്ലാണ്ട് ഉപദ്രവിക്കും. ആ സമയം ഷിവോനും അവളുടെ ഫ്രണ്ട്സും അവിടേക്ക് വരും. സംഭവം കണ്ട ഷിവോൻ വേഗം പോയി എറിനെ ബ്രിയാനയുടെ കയ്യിൽ നിന്നും പിടിച്ചു മാറ്റും. ഷിവോൻ എന്നിട്ട് എറിനോട് വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ആക്കണോ എന്ന് ചോദിക്കും. പാവം എറിൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ കാട്ടിലേക്ക് ഓടിപ്പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസമാകും. ഫ്രാങ്കും ഫേയും എൻഗേജ്മെന്റിന് ശേഷം ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഒരു ഭാഗത്ത് ഡിജിയുടെ കരച്ചിൽ കേട്ട് ഉറക്കം ഞെട്ടുന്ന ഡിലനെയാണ് കാണിക്കുക. വേറൊരു ഭാഗത്ത് ഡോൺ അവൾ വർക്ക് ചെയ്യുന്ന കെ സ്റ്റേഷന്റെ അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകുമ്പോൾ അവളുടെ മകൾ കേറ്റിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ പോകുന്ന വഴിയിൽ ഒട്ടിച്ചു വെക്കാൻ കയ്യിൽ കരുതുന്നുണ്ടാകും. മറ്റൊരു ഭാഗത്ത് ഒരു പെൺകുട്ടിയുടെ ബോഡിയാണ് കാണിക്കുക. അത് വേറെ ആരുമല്ല, എറിനാണ്. അതും ആ ബോഡി കിടക്കുന്നത് കഴിഞ്ഞിടെ ബ്രിയാനയും കൂട്ടരിൽ നിന്ന അതേ സ്ഥലത്ത്. വേറൊരു ഭാഗത്ത് മേയറിനെ എറിൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കോൾ വരും. ഇവിടെ വെച്ച് എപ്പിസോഡ് 1 കഴിയും. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ എറിന്റെ മരണം അറിഞ്ഞിട്ട് അവിടേക്ക് പോകുന്ന മേയറിനെയാണ് കാണിക്കുന്നത്. എറിനെ നേക്കടാക്കി അത്രക്കും ദാരുണമായി തലയിൽ വെടിവെച്ചിട്ടായിരിക്കും കൊന്നിട്ടുണ്ടാവുക. മോറോവർ അവളുടെ ഒരു കയ്യിലെ വിരലും കാണില്ല. ആ വഴിയിലൂടെ ജോഗിങ്ങിന് പോയ ഒരാളാണ് ബോഡി ആദ്യം കണ്ടത്. കാർഡർ മേയറോട് ഈ ഭാഗം മരിച്ചു പെറുകിയിട്ടും കൊലയാളിയുടെ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്റ്റീവ് വരുന്നുണ്ടെന്ന് പറയും. മേയറിനെ ഒരാൾ അസിസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തത് അറിയാവുന്ന കാർഡർ, നീ എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമില്ല, എനിക്ക് വേറെ വഴിയില്ല എന്ന് കൂടി പറയും. അപ്പൊ മേയർ വരാൻ പോകുന്ന ന്യൂ ഡിറ്റക്റ്റീവ് ആരാണെന്ന് ചോദിക്കും. അന്നേരം കാർഡർ കോളിൻ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ആണ്. അവൻ കഴിഞ്ഞ വർഷം 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് സോൾവ് ചെയ്തതാ. അവിടുന്ന് സീൻ കട്ടായിട്ട് മേയർ എന്നിട്ട് എറിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് കെന്നിയുടെ വീട്ടിലേക്ക് പോകും. പോകുന്ന വഴിയിൽ മേയർ ലോറിയെ വിളിച്ചിട്ട് കെന്നിയുടെ കസിൻസ് ആയ ജോണിനോടും ബില്ലിയോടും കെന്നിയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയണമെന്ന് പറയും. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവരും കൂടി ഉണ്ടാകുന്നത് നല്ലതല്ലേ. അങ്ങനെ ലോറി പറഞ്ഞത് പ്രകാരം ജോണും ബില്ലിയും അവിടേക്ക് എത്തും. ജോണിന്റെ അനിയനാണ് ബില്ലി. പെട്ടെന്ന് എല്ലാവരെയും രാവിലെ തന്നെ കണ്ടതും കെന്നി എന്തു പറ്റിയെന്ന് അവരോട് ചോദിക്കും. അവർ സങ്കടത്തോടെ കാര്യങ്ങളെല്ലാം പറയും. കാര്യം കേട്ട് സമനില തെറ്റിയ കെന്നി എന്തൊക്കെയോ പിച്ചും പെയ്യും പറയാൻ തുടങ്ങും. ശേഷം കുറച്ചു കഴിഞ്ഞ് കെന്നി ഒന്ന് അടങ്ങിയതിനു ശേഷം മേയർ മെല്ലെ അവനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവസാനമായിട്ട് എറിനെ എപ്പോഴാ നീ കണ്ടത്? അപ്പൊ കെന്നി, ഇന്നലെ രാത്രിയാണ് ഞാൻ അവളെ അവസാനമായിട്ട് കണ്ടത്. അവൾ പുറത്തു പോകാൻ വേണ്ടി എന്റെ ട്രക്ക് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൾ അവളുടെ സൈക്കിൾ എടുത്തിട്ടാണ് പോയത്. പക്ഷെ എവിടൊക്കെ പോയതെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ പിറകിൽ ആ ഡിലൻ മാത്രമാണ്. അവൻ DJ വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്റെ മകൾ DJ വേണമെന്ന് നിർബന്ധം പിടിച്ചു. അവന് ഓൾറെഡി അതിന്റെ ദേഷ്യമുണ്ട്. അവൻ തന്നെയാണ് എന്റെ മകളെ കൊന്നതെന്ന് കെന്നി പറയും. മറുഭാഗത്ത് ഹെലനും ഷിവോനും കൂടി ഡ്രൂനെ കാണിക്കാൻ വേണ്ടിയിട്ട് കാരിയുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോകും. കാരി അവരോട് ഞാൻ ഡ്രൂനെ എനിക്ക് വിട്ടുതരാനുള്ള ലീഗൽ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് അവരോട് പറയും. അത് കേട്ട് ഷിവോൻ അമ്മ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് കാരിയോട് പറയും. അവരല്ല, ഞാനാണ് ഡ്രൂന്റെ അമ്മ. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് സ്റ്റേഷനിൽ ഡിലനെ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മേയറിനെയാണ്.
ഡിലനോട് നീ എപ്പോഴാ എറിനെ അവസാനമായി കണ്ടതെന്ന് ചോദിക്കും. ഞാൻ അവളെ ഇന്നലെ ഷാപ്സ് ഫുഡിൽ നിന്ന് രാത്രി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേർ നീ ഇന്നലെ എപ്പോഴാ രാത്രി വീട്ടിലെത്തിയതെന്ന് ചോദിക്കും. അതെനിക്കറിയില്ല, ബട്ട് ഞാൻ ഷാപ്സ് ഫുഡിൽ നിന്ന് ഇറങ്ങിയത് 11:45 ഞാനല്ല എറിനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൻ അവിടുന്ന് പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ശേഷം എറിന്റെ മരണം അറിഞ്ഞ് മീഡിയാസ് എല്ലാം സ്റ്റേഷനിന് മുമ്പിൽ തടിച്ചുകൂടും. ആദ്യം കേറ്റി, ഇപ്പോൾ ഇതാ എറിനും. ഇതെല്ലാം കൂടി മേറിനും അവളുടെ ടീമിനും ആകെ തലവേദനയാകും. അതിനിടയിൽ ഒരു റിപ്പോർട്ടർ കേറ്റിന്റെ കേസും എറിന്റെ കേസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കാർഡർ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് ഇപ്പോഴും കേറ്റിന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഈ രണ്ട് കേസുകളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഏതായാലും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴും അവരെല്ലാം ഈ കേസിനെ പറ്റി ചോദിച്ചിട്ട് അവിടുന്ന് ബഹളം വെക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇതിങ്ങളുടെ വായ അടപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കി മേയർ ഓഫീസിലേക്ക് പോകും. ആ സമയം പുതിയ ഡിറ്റക്റ്റീവ് കോളിൻ അവിടെ എത്തിയിട്ടുണ്ടാകും. അവൻ ഹായ് എന്റെ പേര് കോളിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. എന്നാൽ മേയർ മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് പോകും. ഇവരെന്ത് ഇങ്ങനെ? അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം കൂടെയുള്ള ഒരു പോലീസ് മേയറിനോട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ സ്പ്രെഡ് ആയിട്ട് കാണുന്നുണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ ആ വീഡിയോ കാണും. നോക്കുമ്പോൾ അത് കഴിഞ്ഞ ദിവസം ബ്രിയാനെ എറിനെ ഉപദ്രവിച്ച വീഡിയോ ആരോ എടുത്ത് പോസ്റ്റ് ചെയ്തതായിരിക്കും. ബ്രിയാനെ എറിനെ അടിക്കുന്ന സമയത്ത് ഷിവോൻ പോയിട്ട് അവളെ പിടിച്ചു മാറ്റി എറിനെ രക്ഷപ്പെടുത്തുന്നതൊക്കെ അതിലുണ്ടാകും. വീഡിയോ കണ്ട ഉടനെ മേയർ അവരോട് 20 മിനിറ്റിനുള്ളിൽ വാറന്റ് വേഗം വാങ്ങിയിട്ട് വാ, ബ്രിയാനയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. ശേഷം മേയർ ഒന്നും നോക്കാതെ ബ്രിയാനയുടെ അച്ഛൻ ടോണിയുടെ റെസ്റ്റോറന്റിൽ പോകും. ബ്രിയാന അവിടെ വെയിട്രസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ബ്രിയാനെ എന്തായാലും കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് മേയർ അവിടേക്ക് പോയത്. അവളുടെ പിറകെ കോളിനും ഒരു അന്തവും കുന്തവും ഇല്ലാതെ പോകും. അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരാൾ തന്റെ കൂടെ ഉണ്ടെന്നുള്ള മൈൻഡ് ഉണ്ടാകില്ല. ശേഷം മേയർ വേഗം പോയി ഒന്നും പറയാൻ നിൽക്കാതെ ബ്രിയാനയെ ഹാൻഡ്കഫ് ഇടും. ഈ കാഴ്ച കണ്ട് ബ്രിയാനയുടെ അച്ഛൻ ടോണി എന്താ കാര്യം എന്ന് ചോദിക്കും. എന്നാൽ ഒരു അക്ഷരം പോലും പറയാതെ മേയർ അവളെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോകും. സ്റ്റേഷനിൽ എത്തിയ ശേഷം മേയർ ബ്രിയാനക്ക് ആ വീഡിയോ കാണിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇത് കണ്ടു. നീ അടിച്ചതിൽ എറിന്റെ ഇഞ്ചുറി സീരിയസ് ആണെങ്കിൽ ഞങ്ങൾക്ക് നിനക്കെതിരെ സീരിയസ് ക്രൈം ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ നിനക്ക് 5-10 വർഷം സുഖമായി ജയിലിൽ ഉണ്ടതെന്ന് കഴിയാം. പിന്നെ ജയിലിൽ കിടന്നത് കൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഒരു ജോലി പോലും നിനക്കാരും തരില്ല എന്നൊക്കെ മേയർ പറയും. ഇതെല്ലാം കേട്ട് നിന്ന കോളിൻ മേയറിനോട് മതി എന്നിട്ട് വേറൊരു പോലീസിനോട് ബ്രിയാനെ കൂട്ടിയിട്ട് പോയിട്ട് പെട്ടെന്ന് അറസ്റ്റിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാൻ തുടങ്ങിയെന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം മേയർ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ റിച്ചാർഡ് സ്റ്റേഷനിലെ ക്ലർക്കായ ജാനിന് മേയറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഏൽപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ മേയർ റിച്ചാർഡിന് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കോൾ ചെയ്യും. അന്നേരം റിച്ചാർഡ് നാളെ എന്റെ ബുക്ക് റിലീസ് ചെയ്തതിന്റെ 20th ആനിവേഴ്സറി ആണ്, നീയും നാളെ എന്റെ വീട്ടിൽ വരാമോ എന്ന് ചോദിക്കും. അപ്പോൾ മേയർ ഓക്കെ വരാമെന്ന് പറയും. ശേഷം അവിടുന്ന് ഇറങ്ങുമ്പോൾ ആ സമയം മുഴുവനും മേയർ ഷിവോനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും എറിന്റെ കേസിനെ പറ്റി ചോദിക്കാൻ വേണ്ടി. അതായത് എറിനെ ഉപദ്രവിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോയിൽ ഷിവോനും ഉണ്ടായിരുന്നല്ലോ. എന്നാൽ അവൾ കോൾ എടുക്കില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ വീട്ടിലെത്തിയ മേയർ ഹെലനോട് ഷിവോൻ എവിടെയെന്ന് ചോദിക്കും. എനിക്കറിയില്ല. പിന്നെ ഡ്രൂന് മുമ്പത്തെ പോലെ ഐ ബ്ലിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ വന്നിട്ടുണ്ട്. ഞാനത് ഫ്രാങ്കിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ നാളെ ഡ്രൂനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് പറഞ്ഞതെന്ന് പറയും. ശേഷം മേയർ ഫ്രാങ്കിനോട് പോയിട്ട് ഡ്രൂനെ നാളെ ഞാൻ ലീവ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറയും. അപ്പൊ ഫ്രാങ്ക് അതിന് സമ്മതിക്കും. ഞാൻ എറിനെ പറ്റിയിട്ടുള്ള ന്യൂസ് കണ്ടായിരുന്നു. ആ കേസ് എവിടെ വരെ ആയി എന്ന് ഫ്രാങ്ക് ചോദിക്കും. അവളുമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേര് ഞങ്ങളുടെ സസ്പെക്ട് ലിസ്റ്റിലുണ്ട്. അല്ല അവൾ സ്കൂളിലൊക്കെ എങ്ങനെയാ? അപ്പൊ ഫ്രാങ്ക് എറിൻ അധികം ക്ലാസ്സിലൊന്നും സംസാരിക്കാറില്ല. ഞാൻ ആകെ അവൾക്ക് ആൾജിബ്രയുടെ ക്ലാസ് മാത്രമാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് മാത്രമാണ് ഞാൻ അവളെ കാണാറുള്ളൂ എന്ന് പറയും. അവിടുന്ന് സീനും കട്ടായിട്ട് ശേഷം മേയർ എറിന്റെ കേസിനെ പറ്റി ഓരോ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഷിവോൻ വീട്ടിലെത്തിയ കാര്യം അവൾക്ക് മനസ്സിലാകും. മേയർ വേഗം പോയിട്ട് അവളോട് ഞാൻ നിന്നെ എത്ര നേരം വിളിച്ചത്, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? എറിനെ ബ്രിയാനെ തല്ലുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അതിൽ നീയും ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഷിവോൻ അന്ന് ബ്രിയാനെ എറിനെ അടിച്ചപ്പോൾ ഞാൻ അവളെ ബ്രിയാനയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റി. വീട്ടിൽ കൊണ്ട് ചെന്നാക്കണോ എന്ന് ഞാൻ എറിനോട് ചോദിച്ചപ്പോൾ അവൾ വേണ്ട എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് ഓടിപ്പോയി. അത്ര മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം ഡ്രൂന്റെ കാര്യം സംസാരിക്കാൻ മേയർ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകും. ഡോക്ടറിനോട് മേയർ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ ഇതിപ്പോ കുട്ടികൾക്ക് സാധാരണയായി കണ്ടുവരുന്നതാണ്, കുറച്ച് വലുതാകുമ്പോഴേക്കും ശരിയായിക്കോളും, അതുകൊണ്ട് ഇതിന് വലിയ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയും. അതെനിക്കറിയാം, പക്ഷെ എന്റെ മകൻ കെവിൻ അവനും ഇതേ ഐ ബ്ലിങ്കിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇത് ജനറ്റിക് ആണോ എന്ന് എനിക്ക് പേടിയുണ്ട്. അവൻ സൂയിസൈഡ് ചെയ്ത് മരിച്ചു. ഈ പ്രശ്നം മാത്രമല്ല, കെവിൻ ആ സമയം മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവൻ മെഡിക്കേഷൻ എടുക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ എക്സ് ഹസ്ബൻഡ് ഫ്രാങ്കിന് അതിനോടായിരുന്നു താല്പര്യം. ഇതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ പല തവണ വഴക്കിട്ടിട്ടുണ്ട്. മെഡിക്കേഷൻ എടുത്ത് ടോളറൻസ് ഡെവലപ്പ് ചെയ്ത് അത് അവനെ ഡ്രഗ് അഡിക്ഷനിൽ കൊണ്ടുചെന്നാക്കി. അതുകൊണ്ട് ഡ്രൂനും ഇതേ അവസ്ഥ വരുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ ഡോക്ടർ പേടിക്കാനൊന്നുമില്ല, ഡ്രൂന്റെ കേസ് കെവിന്റെ പോലെയല്ല എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ എറിൻ മരിച്ച ദിവസം ഷാപ്സ് ഫുഡിൽ പോയ എല്ലാ കുട്ടികളെയും ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ എല്ലാവരും ഒരുപോലെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കോളിൽ മേയറോട് എറിൻ മരിച്ച രാത്രി ഷാപ്സ് ഫുഡിൽ പോയ ഏകദേശം 40ഓളം പിള്ളേരെ നമ്മൾ ചോദ്യം ചെയ്തു. എന്നാൽ അതിൽ ഒരാൾ
അവള് പോലും അന്ന് രാത്രി ഗൺഷോട്ടിന്റെ സൗണ്ട് കേട്ടിട്ടില്ല. പിന്നെ എറിന്റെ ഫോണിൽ നിന്നുള്ള എമർജൻസി സിഗ്നൽ ഉണ്ടായത് അവളുടെ ബോഡി കിട്ടിയ പ്ലേസിന് ഏകദേശം 13 മൈൽസ് അപ്പുറമായിരുന്നു. ആ സിഗ്നൽ ആവട്ടെ രാവിലെ 2:37 ആയപ്പോഴേക്കും സ്റ്റോപ്പായി. അതിനർത്ഥം ഒന്നെങ്കിൽ ആ ഫോൺ പൊട്ടിയതാവും, അല്ലെങ്കിൽ അതിന്റെ ബാറ്ററി തീർന്നതാവും എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഇന്നാണ് റിച്ചാർഡിന്റെ ബുക്ക് പബ്ലിഷ് ആയതിന്റെ 20th ആനിവേഴ്സറി. അപ്പൊ മേയറിനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മേയർ റെഡിയായി റിച്ചാർഡിന്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ വീടിന് പുറത്ത് ബ്രിയാനിയുടെ അച്ഛനായ ടോണി മേയറിനോട് നീ എന്റെ മകളെ എന്ത് കേസ് ചാർജ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തത്? ബ്രിയാനി അല്ല എറിനെ കൊന്നെന്ന് പറഞ്ഞ് ബഹളം വെക്കും. ബട്ട് മേയർ ടോണി പറയുന്നതൊന്നും മൈൻഡ് ആക്കാതെ വണ്ടി എടുത്തു പോകും. ശേഷം മേയർ റിച്ചാർഡിന്റെ അടുത്തെത്തും. അവിടെയാണെങ്കിൽ അയാളുടെ ഫാൻസ് എല്ലാം തടിച്ചു കൂടിയിട്ടുണ്ടാകും. മേയറിനെ കണ്ട റിച്ചാർഡ് അവളോട് നീ അവിടെ ഇരിക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നുള്ള അർത്ഥത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. അവൾ അങ്ങനെ അവനെ വെയിറ്റ് ചെയ്യും. ഇതെന്തോ വിളിച്ചു വരുത്തി ആളെ കളിയാക്കുന്നു. സമയം കുറെ കഴിഞ്ഞിട്ടും റിച്ചാർഡിനെ കാണാത്തത് കൊണ്ട് ദേഷ്യം വന്ന മേയർ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ റിച്ചാർഡ് പെട്ടെന്ന് വന്നിട്ട് അവളോട് സോറി ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, കുറെ ഫാൻസ് ഉണ്ടായിരുന്നു എന്ന് പറയും. അന്നേരം മേയർ വാട്ട് എവർ, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവുകയാ, നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്, എന്നിട്ട് നീ ആണെങ്കിലോ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയും. അത് കേട്ട റിച്ചാർഡ് അപ്പോൾ നിനക്ക് ജലസ് ഒക്കെ വരാറുണ്ടോ എന്ന് കളിയാക്കി കൊണ്ട് ചോദിക്കും. ഏതായാലും പോവല്ലേ വാ പറഞ്ഞ് റിച്ചാർഡ് അവളെ നിർബന്ധിക്കും. അങ്ങനെ മേയർ റിച്ചാർഡിന്റെ കൂടെ പോകും. മറുഭാഗത്ത് ഡിലൻ കുറച്ച് സാധനം വാങ്ങാൻ ഡോൺ വർക്ക് ചെയ്യുന്ന കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകും. എന്നിട്ട് സാധനങ്ങൾ വാങ്ങി വണ്ടിയിൽ കയറുമ്പോൾ പിറകിൽ അവന് നേരെ തോക്ക് ചൂണ്ടി കെന്നി ഇരിക്കുന്നുണ്ടാകും. അയാൾ അവനോട് എറിൻ മരിച്ച അതേ സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറയും. നോക്ക് ഞാനല്ല എറിനെ കൊന്നത്. എന്നാൽ അതൊന്നും കൂട്ടാക്കാത്ത കെന്നി അവനോട് മര്യാദയ്ക്ക് അവിടേക്ക് വണ്ടി എടുക്കെന്ന് പറയും. അങ്ങനെ അവസാനം കെന്നി പറഞ്ഞതുപോലെ ഡിലൻ വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോകും. ഇവിടെ എറിനെ ആലോചിച്ച് കരയുന്ന ജെസ്സിനെ ആയിരിക്കും കാണിക്കുക. അന്നേരം ജെസ്സിന്റെ അമ്മ ട്രിഷ് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ജെസ് എറിൻ എന്നോട് ഒരു സീക്രട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഇവിടെ വീട്ടിൽ തിരിച്ചെത്തിയ മേയർ അവിടെ ഒരു എൻവലപ്പ് കാണും. അവൾ ഷിവോനോട് ഇതെന്താണെന്ന് ചോദിക്കും. അത് കേറി കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഡ്രൂന്റെ കസ്റ്റഡിക്ക് വേണ്ടി, അതിന്റെ ലീഗൽ പേപ്പേഴ്സ് ആണെന്ന് പറയും. വേറൊരു ഭാഗത്ത് ലോറിയുടെ അടുത്തേക്ക് പോകുന്ന ജെസ്സിനെയും ട്രിഷിനെയുമാണ് കാണിക്കുന്നത്. ട്രിഷ് ലോറിയോട് ഞങ്ങൾക്കൊന്ന് പ്രൈവറ്റ് ആയിട്ട് നിന്നോട് സംസാരിക്കണം എന്ന് പറയും. അതേസമയം ഇവിടെ കെന്നി പറഞ്ഞിട്ട് ഡിലാൻ ഷാപ്സ്വുഡിൽ വണ്ടി ഓടിച്ചെത്തും. എന്നിട്ട് കെന്നി അവനോട് അവന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് ഇറങ്ങി നടക്കെന്ന് പറയും. ഡിലൻ ഞാനല്ല എറിനെ കൊന്നതെന്ന് പറഞ്ഞ് ഓടാൻ നോക്കുമ്പോൾ കെന്നി അവനെ ഷൂട്ട് ചെയ്യും. എന്താ പിന്നെ സംഭവിച്ചതെന്നറിയില്ല. ഇവിടെ ജെസ്സി ലോറിയോട് എന്നോട് എറിൻ ഒരു സീക്രട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഡിലൻ അല്ല ഡിജെയുടെ ശരിക്കുമുള്ള അച്ഛൻ. അത് കിട്ട ലോറി ഓക്കെ, പക്ഷെ നീ ഇതെന്താ പോലീസിനോട് പറയാതെ എന്നോട് പറയുന്നതെന്ന് സംശയത്തോടെ ചോദിക്കും. എന്നോട് എറിൻ ഡിജെയുടെ അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ബട്ട് എനിക്ക് ഡിജെയുടെ അച്ഛൻ ഫ്രാങ്ക് ആണോ എന്ന് തോന്നുന്നുണ്ടെന്ന് പറയും. ഇവിടെ വെച്ച് എപ്പിസോഡ് 2 കഴിയും. ജെസ്സിന്റെ അസംഷൻ ശരിയായിരിക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇനി ഫ്രാങ്ക് തന്നെ ആയിരിക്കുമോ ഡിജെയുടെ ഫാദർ? ഇനി ഫ്രാങ്ക് അല്ലെങ്കിൽ വേറെ ആരാവാനാ സാധ്യത? ഏതായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടറിയാം.